ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴും കിടന്ന സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിച്ച് കൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സീൻ കണ്ടത് പടക്കം പൊട്ടിച്ച് നമ്മുടെ കാവേരി പടക്കം പൊട്ടിച്ച് നിവിൻ്റെ കയ്യിൽ എറിയുവാണ്. അങ്ങനെയാണ് നമ്മുടെ അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് അന്താളിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ ദിവസം നോക്കുമ്പോഴത്തേക്ക് ഈ നിവിൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി വിറയ്ക്കുക. ഈ പടക്കം വന്ന് വീണപ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ട് ഓടി എല്ലാവരും അടുത്ത് വരും. അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് രാജേശ്വരി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, മോനെ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ മുറിവ് പറ്റിയുമേ എന്ന് പറഞ്ഞു. അപ്പം പൊള്ളലും മുറിവും എല്ലാം കൂടെ ചേർത്ത് ഭയങ്കര രീതിയിൽ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും അടുത്ത് കൂടിയിട്ട് എന്തായി അല്ല എന്തെങ്കിലും വലിയ രീതിയിൽ അപകടം ഉണ്ടോ എന്നുള്ളതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രാജേശ്വരി ചോദിക്കുന്നുണ്ട്. കുറേ നേരം ആശ്വസിപ്പിക്കുക, കൈയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വെച്ച് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിക്കും ധാരാ പൊട്ടിച്ചെന്ന് ചോദിക്കും. ഉടനെ ജയഭാരൻ അങ്ങനെ കണ്ണ് കാണിക്കില്ല, അതാണ്ട് ഇപ്പോൾ കിട്ടും എന്നുള്ള രീതിയിൽ കണ്ണ് കാണിക്കും. അപ്പോൾ അവളുടെ സ്വഭാവം, രാജേശ്വരി സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നീള പറയുക, ഏറ്റവും കുറച്ച് പറയുവാണ്, അത് വേറൊന്നുമല്ല, അത് നമ്മുടെ കാവേരി ചേച്ചി അറിയാണ്ട് പറ്റിപ്പോൾ ഒന്നും അങ്ങോട്ട് കാവേരി എടുത്ത് നീ എന്താടി കാണിച്ചു കൂട്ടുന്നത്, നിനക്ക് കണ്ണിൽ നിനക്ക് കണ്ണില്ലേ, എന്നിട്ട് മത്തങ്ങ പോലെ രണ്ട് കണ്ണുണ്ടല്ലോ, നിനക്ക് നോക്കി കണ്ട് ചെയ്ത് തന്നെയായിരുന്നു, നീ എന്തായി മാറത്ത് മാറത്തേക്ക് താഴെ ഇറങ്ങി വാടി, നീ എന്തീ കാണിച്ചു കൂട്ടുന്നത്, എൻ്റെ കൊച്ചിൻ്റെ ഇപ്പം വല്ലാതായപ്പോൾ. ഉടനെ അപർണ ചോദിക്കുന്നുണ്ട്, അത് ജയപാല രാജേശ്വരി അത് ഒന്നും പറ്റിയില്ലല്ലോ, ചെറിയ മുറിവല്ലോ, അത് ചെറിയ മുറിവോ, അതിപ്പം കണ്ണിലായിരുന്നൊക്കെ പറ്റിയെന്നൊക്കെ നിങ്ങൾ കണ്ണുണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുക. ഉടനെ ലാസ്റ്റ് പറയുക, പെട്ടെന്ന് ശാരദ ഓടിച്ചെന്ന് കാവേരിക്കൂടെ ഒരു അടി എടുത്തിട്ട്, എടി നിന്നോടല്ലോ അടി പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യുന്നത്, നീ എത്ര പ്രാവശ്യം പറഞ്ഞു, നീ എന്നിട്ട് കേൾക്കാതെയാണ് ഈ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അരവിന്ദൻ പറയുക, ശാരദ വിട്ടേ, എൻ്റെ കൊച്ചു ആവശ്യമില്ലാതെ അവളെ ഒന്നും വേദനിപ്പിക്കാതെ, അവൾക്കറിയാതെ പറ്റിയതല്ലേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് രാജേശ്വരിയോട് പറയുക, രാജേശ്വരി കൊച്ചിന് അബദ്ധം പറ്റിയതാ, അറിയാതെ പറ്റിപ്പോയതാ, അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒന്ന് ക്ഷമിക്കുക, കാരണം എൻ്റെ കൊച്ചിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കുക, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറയാം. അത് കഴിഞ്ഞ് തന്നെ ജയപാലൻ പറയുക, എല്ലാവരും വന്ന് നല്ലൊരു ദിവസം വഴക്കം ഇതൊന്നും വേണ്ട, നിങ്ങളെല്ലാം എല്ലാവരും അകത്തോട്ട് ചെന്ന് ആ ഫുഡൊക്കെ എടുത്ത് വെച്ച് നമുക്ക് കഴിച്ചിട്ട് ഇരിക്കാം, ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത ചെറിയ ഓരോ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടി അകത്തോട്ട് പോകാം. പിന്നെ ചിരിയും കളിയൊക്കെ പിന്നെ പഴയതുപോലെ തുടങ്ങുക. ആ ചിരിയും കളി തുടങ്ങി എല്ലാവരും ടേബിളിൽ ചുറ്റിരുന്ന് ഇലയൊക്കെ ഇട്ട് ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക. അപർണ ചോറിന് വിളമ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, ഈ അവിട്ടത്തിനുള്ള സദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന സദ്യ കഴിക്കണം എന്നുള്ള രീതിയിൽ പിന്നെ ജയപാലൻ പറയുവാണ്. നമ്മുടെ അരവിന്ദൻ പറയാം, അത് കണ്ണൂർ തന്നെ കഴിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം ജയപാലൻ പറയാം, തന്നെ സമ്മതിക്കണം, തന്നെ എവിടെ പോയാലും കണ്ണൂർ വിട്ട് കളിയില്ലല്ലോടോ എന്നുള്ള രീതിയൊക്കെ സംസാരിക്കണം. അത് കഴിഞ്ഞ് ഈ അരവിന്ദൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, രാജേശ്വരി നിൻ്റെ ഭർത്താവ് എവിടെ ഉണ്ട് എന്ന് ചോദിക്കും. എന്നാൽ സത്യപാലൻ എവിടെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അളിയൻ്റെ കാര്യം പറയണ്ട, അളിയൻ ഇവല്ലോ രാജേശ്വരത്തോ അല്ലെങ്കിൽ ഋഷികേശിലോ ഒക്കെ കാണും, എങ്ങനെ ടൂർ അടിച്ച് നടക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജയപാലൻ ചെറുതാണ് കുത്തുന്നത്. അപ്പം ഇവൻ ചോദിക്കുന്നുണ്ട്, അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, അളിയനും എങ്ങനെ പൊരുത്തം വന്നുണ്ട്, എല്ലാവരും രണ്ടുപേരും ഈ കണ്ട ക്ഷേത്രം മുഴുവനും കയറി ഇറങ്ങുന്നുണ്ട്, ഭയങ്കര ഭക്തിയാണല്ലോ, അളിയൻ നല്ല പൊരുത്തമാണല്ലോ, എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രാജേശ്വരി പറയുകയാണ്, അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇത്തിരി ഭക്തിയുള്ള മക്കളെ കിട്ടുന്നത് നല്ലതാണ്, അതാ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയാം. അതായത് അച്ഛനും അമ്മയ്ക്കും അരവിന്ദനും ശാരദയ്ക്കും ഭക്തിയുള്ള മക്കളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഉണ്ടായാൽ മാത്രമേ മക്കളിങ്ങനെ രീതിയിൽ നന്നായിട്ട് പോകത്തുള്ളൂ എന്നുള്ള രീതി പറഞ്ഞ് പിടിപ്പിക്കുകയാണ്. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് പറയാം, ആ സാമ്പാർ വിളമ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സീനുമുണ്ട്. അതായത് ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക, ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, നിവിനോട് ചോദിക്കുന്നുണ്ട്, മോനെ എങ്ങനെയുണ്ട്, കൈക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണോ, അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേക്കെന്ന് പറയാം, ഇല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് കാവേരി അവിടെ നിന്ന് ഗംഗയോട് പറയുന്നുണ്ട്, ഇച്ചിരി ചെറിയൊരു മുറിവാണ് ചേച്ചി, എന്താ ബിൽഡപ്പാണ് അവർ കാണിക്കുന്നത്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും വലുത് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക്, ഇനിയിപ്പോൾ കുഞ്ഞാവയ്ക്ക് വാരിക്കൊടുക്കേണ്ടി വരുമല്ലോ, വാരിക്കൊടുക്കുമല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഈ രാജേശ്വരി പറയുന്നത്, മോനെ മുറിവ് നിനക്ക് ആഴത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ വാരിത്തരാമെന്ന് പറയുക. ഉടനെ അപ്പം ഇത് കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ, ഇത് കാവേരി പറഞ്ഞ പോലെ തന്നെ അവിടെ സംഭവിച്ചുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട്, അപ്പം ബുദ്ധിമുട്ട് പറഞ്ഞ്
കാവേരിക്ക് ചിരി വരുന്നു. കാവേരിയും കൊണ്ട് ചിരി തുടങ്ങും. ഭയങ്കര അട്ടഹസിച്ചിട്ട് ചെന്നപ്പോഴത്തേക്ക് അവളുടെ ചിരി കാണുമ്പോൾ, കാവേരിയുടെ ചിരി കാണുമ്പോൾ മറ്റുള്ളവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ രണ്ടുപേരും അത് അതായത് നിവിനും രാജേശ്വരിയും അബദ്ധം പറ്റിയ പോലെ നിൽക്കണം. അതുകൊണ്ട് പെട്ടെന്ന് പറയാം ഇച്ചിരി സാമ്പാർ വിളമ്പാൻ പറയും. സാമ്പാർ എടുത്തുകൊണ്ട് വരിക. അപ്പം കാവേരി പറയും ഞാൻ സാമ്പാർ കൊടുക്കാമെന്ന് പറഞ്ഞു. സാമ്പാർ കൊടുക്കാൻ വേണ്ടി സാമ്പാർ എടുത്ത് പോയപ്പോഴത്തേക്ക് കാല് തെറ്റി ചെറുതായിട്ട് രാജേശ്വരിയുടെ ദേഹത്തോട്ട് വീഴും ഈ സാമ്പാർ. അവിടെ ഇരിക്കുന്നവർ അത്യാവശ്യം ആൾക്കാരൊക്കെ ദേഹത്ത് വീഴുന്നുണ്ട്. അപ്പം ഇത് വീഴുമ്പോഴത്തേക്ക് നീ എന്തൊരു കാണിക്കുന്നത്, നീക്ക് കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ഓരോ പരിപാടി കാണിച്ചു വിട്ടുവാണെന്ന്, നീ ഒരു അബദ്ധം കാണിക്കുമെന്നാൽ ഇത് മുഴുവൻ അബദ്ധമാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്, നീയൊക്കെ എന്തിനാണ് ജനിച്ചേ, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയ അബദ്ധമാണ് നീ, മാത്രമല്ല അബദ്ധമാണ് നീ, അത് മാത്രമല്ല നീ ഇരിക്കുന്നിടത്ത് തന്നെ വെണ്ണീറ വെപ്പും അതുപോലെ അടിച്ച് സംസാരിക്കുന്ന അതുപോലെ അവിടെ ഇല്ലാതാക്കുക. നമ്മളെ കാവേരി കരഞ്ഞു തുടങ്ങുക. അതായത് അത്ര ബോൾഡായിട്ട് നിൽക്കുന്ന പെണ്ണ് കരഞ്ഞു തുടങ്ങണമെന്ന് ആലോചിച്ച് നോക്കി. അത്ര രീതിയിൽ അവളെ കാവേരി ഇല്ലാതാക്കുക. അത് കഴിഞ്ഞുള്ള പറയുക ആണ് ജയബാലൻ പറഞ്ഞു, നീ ഇത്ര വലിയ ആണ്ട് ആര്യമൊന്നുമില്ല, ആ കൊച്ച് അറിയാണ്ട് പറ്റിപ്പോയതല്ലേ എന്ന്. ഇത് അറിയാണ്ട് തന്നെ എല്ലാം അറിയാണ്ടാണ് പറ്റുന്നത്, ഇത് മുഴുവൻ അബദ്ധമാണെന്ന് പറഞ്ഞ് അവൾ തന്നെ ഒരു അബദ്ധമായി മാറിയോ അല്ലോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് വിട് കേസ് വിട് എന്ന് കഴിഞ്ഞ് പറയുക. അപ്പോഴത്തേക്ക് രാജേശ്വരി പറയുക. എന്നിട്ടാണ് ജയബാലൻ പറയുക നമുക്കെല്ലാവരും കഴിക്കുന്ന പറയുമ്പോഴത്തേക്ക് രാജേശ്വരി ജയബാലനോട് ചോദിക്കാം, ചേട്ടാ ഇത്രയുമായിട്ട് പോലും ചേട്ടന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അതായത് ഇവരെ പറഞ്ഞു വിടാന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാനാണ് വലുത് ഇവരാണല്ലോ വരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കരുത്, നീ കഴിക്കുക രാജേശ്വരി എന്ന് പറയുമ്പോഴത്തേക്ക്. അല്ല അതെനിക്ക് അറിയണമെന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയിപ്പിക്കരുത് എനിക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, നീ ഉദ്ദേശിച്ചത് തന്നെ, കാരണം എനിക്ക് ഈ അരവിന്ദനും ഫാമിലിയും കഴിഞ്ഞിട്ടുള്ളൂ, നീയും വേറെ ആരും എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ എന്നാൽ ഉടനെ രാജേശ്വരി കേട്ടില്ലടാ, നിൻ്റെ അങ്കിള് പറയുന്നത് കേട്ടില്ല, എഴുന്നേക്കടാ അവിടുന്ന് എന്ന് പറഞ്ഞ് രാജേശ്വരി പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം നിവിനും അതിൻ്റെ പുറകെ നിവിൻ പറയുക അങ്കിളെ സോറി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. അതിൻ്റെ പുറകെ അപ്പം അരവിന്ദൻ പറയുകയാണ്, ജയബാല ഞാൻ കാരണം കൊണ്ട് എൻ്റെ ഫാമിലി കാരണം കൊണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും അവളെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അവളങ്ങനെയൊക്കെ പറയും, അവളെ ആര് മൈൻഡ് ചെയ്യുന്ന, അവളെ കൂടുതൽ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ പോലും വേണ്ട. എനിക്ക് ഈ ലോകത്ത് താൻ മാത്രമല്ല, അല്ല വേറെ ആരെക്കാട്ടും വലിയ എനിക്ക് പ്രാധാന്യം താൻ തന്നെയാണ്, അതുകൊണ്ട് അവളുടെ കാര്യം ഒന്നും മുഖവിലേക്ക് എടുക്കണ്ട, നീ നമ്മളിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, എൻ്റെ സ്ഥാനത്ത് താനാണ്, ഇപ്പോൾ തൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ താൻ എന്നെ എങ്ങനെ കാണുന്നത്, താൻ എന്നെ പരിഗണിച്ചിട്ടല്ലേ മറ്റുള്ളവർ പരിഗണിക്കത്തുള്ളൂ, അതുകൊണ്ട് താൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, എല്ലാവരും ഇന്ന് കഴിക്കുക, ഇന്ന് അവൾ പോട്ടെ എന്നുള്ള രീതി പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അതാണ് അവിടുത്തെ കാണുന്ന സീൻ. അടുത്ത കാണിക്കുന്ന നമ്മുടെ വിനീതിൻ്റെ കടയിലാണ്. കടയിൽ വിനീതിൻ്റെ മോഡലായിട്ടുള്ള ഗംഗയുടെ പടത്തിന് ഒരു ഫോട്ടോയ്ക്ക് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബേബി ചേട്ടൻ. അപ്പം നമ്മുടെ ഇക്ക പറയുന്നുണ്ട്, ഇത് അടവ് തന്നെ, ഇത് ബേബി ചേട്ടൻ പറയുന്നുണ്ട് ഇന്ന പോലെ, നീ വിനീതേ അത് ചെളി തെറിച്ചാന്ന് പറയുമോ. ഇക്ക പറയുക, ഇത് ഏത് ചെളി തെറിപ്പിച്ചതെന്ന് എനിക്കറിയാം, ആരായി ഈ ചെളി തെറിപ്പിച്ചെന്നറിയാം, ഇത് എങ്ങനെ ചെളി വന്നതെന്ന് എനിക്കറിയാമെന്ന് പറയും. അത് നീ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, അതേ രണ്ടാം നില ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഫോട്ടോയ്ക്ക് താഴേന്ന് ചെളി തെറിക്കണമെങ്കിൽ അത് അങ്ങനെയുള്ള അതിന് മാത്രം വലിയ വണ്ടി ഉണ്ടോ ഇവിടെ, മാത്രമല്ല അത്രയും രീതിയിൽ പൊക്കത്തിൽ ചെളി തെറിക്കുമോ എന്നിട്ട് ഉടനെ നിവും പറയാം. എന്നിട്ട് ബേബിച്ചേട്ടൻ പറയാം, അതേ ഞാനേ ആകാശത്തൂടെ ഫ്ലൈറ്റ് വന്നപ്പോഴത്തേക്ക് അവിടുന്ന് വീണ ചെടിയാടാ, നീ ആവശ്യമില്ലാത്ത പറഞ്ഞ് പിടിപ്പിക്കരുത് കേട്ടെന്ന് പറയാം. ഉടനെ പറയാം ഇക്ക പറയാം, ഇതേ വിനീതേ നിൻ്റെ അടുത്ത് ക്യാഷ് അടിക്കാനുള്ള പരിപാടിയാണ്, ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടി. ഉടനെ പേപ്പിച്ച് ചാടി വന്നിട്ട് ഇവനെ അടിക്കാൻ പറ്റുക, അതായത് നമ്മുടെ ഇക്കാനെ അടിക്കാൻ വന്നിട്ട് പറയുക. ഉടനെ വിനീത് കയറി പിടിക്കുക, ഇക്ക അതിൽ ബേബിച്ചേട്ട വിട് കരഞ്ഞ പോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ, ഇല്ല എൻ്റെ കലയോടെ കളിച്ച് അവൻ പറഞ്ഞ മനസ്സിലാകത്തില്ല, അവന് ഇന്നല്ല നാളെ പഠിക്കും, അത് അവന് മനസ്സിലാകും, കാരണം ഞാൻ ബേബിച്ചേട്ടൻ അങ്ങനെ ചെയ്യുവാടാ വിനീത നിന്നോട്, കാരണം ബേബിച്ചേട്ടൻ അത്ര ആത്മാർത്ഥം ഉണ്ടല്ലോ നിന്നോട് എന്നുള്ള രീതിയിൽ പറയുന്നത്, അത് വിട് ചേട്ടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം പറയുക, ഇനി വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയരുത് ബേബിച്ചേട്ടൻ, നാളെ എൻ്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾ വരണം, എന്താണെങ്കിലും അവിടെ ബേബിച്ചേട്ടൻ പറയും ഞാൻ എന്നാൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അടവിൽ, അതായത് പുള്ളിക്കാരൻ തന്നെ ചെയ്ത പരിപാടിയാണ്. അപ്പം എന്നാൽ
പോകുമ്പോഴത്തേക്ക് എന്താ വിളിക്കാത്തതെന്ന് തന്നെ തിരിഞ്ഞ് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം ഉടനെ വിനീത് പറയാം ചേട്ടാ ബേച്ചേട്ടാ നിന്നേന്ന് പറഞ്ഞിട്ട് ആ സാധനം എടുത്ത് പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുക. ഇത് വേണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തിനാ എണ്ണുന്നേ ഇതൊന്ന് തന്നേക്കെന്ന് പറഞ്ഞ് പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പുള്ളി ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് ഇക്ക പറയുക ഈ വിനീതേ ഗംഗയുടെ പേര് പറഞ്ഞ് നിന്നെ ആര് വേണം ഈ ലോകത്ത് കളിപ്പിക്കാൻ പറ്റും, അത്ര രീതിയിൽ നിനക്ക് നിന്നോട് അവളോട് ഇഷ്ടം ആണ് എന്നുള്ള രീതിയിൽ പറയാം. അവ മറ്റേ പാട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ റൊമാൻസ് സീൻ കാണിക്കുന്ന, അതായത് വിനീത് ഗംഗയായിട്ട് ഓർത്ത് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടിട്ട് ഓർത്ത് നിൽക്കുന്നൊരു ഇതാണ് മറ്റേ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ ആ മുകുളമായി ആ പാട്ട് പാടി കേൾപ്പിച്ചോ അല്ല പാടിക്കൊണ്ടും അത് അതിൻ്റെ പുറകെയുള്ള അത് റൊമാൻസ് സീനും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വിനീത്. അപ്പോൾ തന്നെ ഒരു ബൈക്കിൽ വന്നത് ഒരു ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുവാണ് നമ്മുടെ അടുത്ത നായകൻ. അതായത് കാമുകന്മാരുടെ അയ്യര് കളി ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ നിവിൻ വരുവാണ്. നിവിൻ വന്നുകൊണ്ട് താഴെ നിൽക്കുന്ന നോക്കുമ്പോഴത്തേക്ക് പറയാം എടാ വിനീതേ എന്നാണ്ട് വിശേഷം നിങ്ങൾ തുറന്നു ഉടനെ വിനീത് പറയാം കയറി വാട ഇറക്കാം എന്ന് പറഞ്ഞു വന്ന് കയറി വന്നിട്ട് ചോദിക്കും എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. എന്നാ നീ വന്നത്? ഞാൻ വന്നിട്ട് 2-3 ദിവസമാണ്. 3 ദിവസമായിട്ട് ഇപ്പോഴാണോ നിവിനെ നിനക്ക് ഇവിടെ വരാൻ കിട്ടിയതെന്ന്? അതല്ലടാ അമ്മയുടെ പിടിയിലായിരുന്നു, എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ശരി ശരി ആയിക്കോട്ടെ. എന്നിട്ട് പറയുക ഇക്കായ്ക്ക് എങ്ങനെയാ എനിക്ക് ഓണത്തിന് ലീവ് വേണമെന്ന് ഇക്ക പറയാണ്. പിന്നെ നിവിൻ ചോദിക്കാതെ ഇക്കായ്ക്ക് എന്തിനാ ഓണത്തിന് ലീവ്? ഇക്കായ്ക്ക് പിന്നെ ഈദ് മുബാറക്കല്ല, ഈദ് മുബാറക്കൊക്കെ വരുമ്പോഴത്തേക്കും ഓണം പോരെ എന്നുള്ള രീതി ചോദിച്ചാൽ ഇത് ഓണം എന്ന് പറയുമ്പോൾ ദേശീയോത്സവമല്ല, മലയാളികൾക്കെല്ലാം ഉള്ളതല്ലേ. അപ്പം പറയാം വിനീത് പറയാം ഇക്ക ഓരോ ലീവിനും ഓരോ കാരണം പറഞ്ഞാണ് ഇക്ക ഇറങ്ങുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അതിപ്പോൾ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞ ഓണമൊക്കെ നമ്മൾ ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നാലേ ഒരു കാര്യം ചെയ്യും വിനീത് പറയാം ഇക്ക ഒരു ചായ മേടിച്ചോണ്ട് ഉടനെ ഇക്ക പറയാം എടാ വിനീതേ ഓണത്തിന് പശുവിന് പോലും അവധിയാണ്, പിന്നെ ഈ അവിട്ടത്തിന് ഏത് കടയാണ് തുറന്ന് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓ അങ്ങനെയാണോ? അപ്പോൾ ഒരു കാര്യം ചെയ്യും വീട്ടിൽ ചെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒരു ഫ്ലാസ്കിൻ്റെ അകത്ത് ചായ എടുത്തുണ്ട് കുറച്ച് പലഹാരങ്ങൾ എടുത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് പോകാൻ മടിയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇക്ക പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നിവൻ പറയും ഒന്നും വേണ്ട കുഴപ്പമൊന്നും ഞാൻ ഒരുപാട് കഴിച്ചിട്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ വന്നിട്ടുണ്ട് തന്നെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ എന്തുകൊണ്ട് നിന്നെ അങ്ങോട്ട് വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കും, എന്നോട് വഴക്കുണ്ടാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഇക്കാട് പറയും ഇക്ക പോയി മേടിച്ചോണ്ട് വരാൻ പറയുമ്പോൾ ശരി ഞാൻ പോയി മേടിച്ചോണ്ട് വരാം എന്നുള്ള രീതിയിൽ ഇക്ക ഇറങ്ങുവാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജൂലിയുടെ ആ ഡ്രസ്സ് എടുക്കാൻ പറയാം. അപ്പം ജൂലി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി കൊടുത്തേക്കാന്നുള്ള രീതി പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പോൾ തന്നെ ഇക്ക ഇറങ്ങി ചായ ഫ്ലാസ്കിൽ മേടിക്കാൻ പോകും. അപ്പോൾ തന്നെ അടുത്ത പാട്ട് വരുവാണ്. എനിക്കൊരു പെണ്ണുണ്ട് കരിമഷി കണ്ണുണ്ട് കരളിൽ 100 കനവുണ്ടെന്നുള്ള ദിലീപിൻ്റെ പടത്തിലെ പാട്ട് വരികയാണ്. അപ്പോൾ രണ്ടുപേരും മാറി മാറി രണ്ട് ഭിത്തിയിലും ചാരി നിന്നുകൊണ്ട് അവർ രണ്ടുപേരും അതായത് ഗംഗേനെ ആലോചിച്ചുകൊണ്ട് വിനീതും കാവേരി ആലോചിച്ചുകൊണ്ട് നിവിൻ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത്ര രീതിയിൽ ഒരു ഗംഭീര റൊമാൻസാണ് ഇങ്ങനെ ആലോചിച്ചിട്ടത്. കാവേരിയൊക്കെ ഓടി വരുന്നത് ഗംഗയും നല്ല രീതിയിൽ വിനീതിൻ്റെ റൊമാൻസ് കാണിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇവരുടെ വീടാണ്, നമ്മുടെ അരവിന്ദിൻ്റെ വീടാണ്. അവിടെ ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാവരും ശോകം അടിച്ച് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിൽ ശോകം അടിച്ച് നിൽക്കുകയാണ്. അമ്മ എല്ലാവർക്കും ഫുഡ് എടുത്ത് കൊടുക്കണം എന്നുള്ള രീതി പറഞ്ഞ് അരവിന്ദൻ തന്നെ ഫുഡ് എടുത്ത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും മോനെ എങ്ങനെ കഴിക്കാനാ മോനെ, ഇന്നാണ് ആ കൊച്ചാണ് ഒന്നും കഴിച്ചില്ല, അവിടെ നടന്ന സംഭവം കൊണ്ട് ഉച്ചയ്ക്ക് എന്തോ നുള്ളിപ്പറക്കി കഴിച്ചല്ല അതൊന്നും കഴിച്ചില്ല, പിന്നെ ഇപ്പോഴും അവൾ വിശന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും കാര്യമാക്കണ്ട അമ്മ, അതൊന്നും വലിയ കാര്യമാക്കണ്ട, അതൊക്കെ അവിടെ നടന്നോളും, ഒരു പ്രശ്നവുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ ചോറെടുത്തുകൊണ്ട് കുഴച്ച് കൊണ്ടുപോകണം. അപ്പം പിന്നെ എൻ്റെ കള്ളിപ്പൂച്ചി എന്ത് ചെയ്യും ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഉരുള കഴിക്കുന്നത് നിളയാണ്. അപ്പോൾ പറയും ഇതെൻ്റെ ഇളയത്. അത് കഴിഞ്ഞുകൊണ്ട് പറയുക അടുത്ത പിന്നെ എൻ്റെ കള്ളിപ്പൂച്ചി എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഗംഗ വന്ന് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്നത് നമ്മുടെ യമുനയാണ്. എന്നിട്ടും കാവേരി കഴിക്കുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ കള്ളിപ്പൂച്ചി ഇവിടെയുള്ള കള്ളിപ്പൂച്ചി എന്താ കഴിക്കാതിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ സ്നേഹം കാണുമ്പോഴത്തേക്ക് ഓടി അവൾ കാവേരിയും വന്ന് അതിൻ്റെ ഒരുള്ള ചോറെടുത്ത് കഴിക്കുവാണ്. അപ്പം അത്രമാത്രം ഒരു സെൻറ്റിമെൻ്റൽ സീനാണ് നമ്മൾ കാണുന്നത്. കാരണം ഞാൻ മക്കളെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും
അതുപോലെ ആ തിരിച്ച് സ്നേഹിക്കുന്ന മക്കളും അപ്പനും അമ്മയും സ്നേഹിക്കുന്നതായിട്ടുള്ള മക്കളുടെ സീനുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്. അത്രമാത്രം ഒരു സെൻറ്റിമെൻ്റൽ സീനാണ്. കാരണം ഈ ഒരു ദുർഘടം പറഞ്ഞ അത്ര വിഷമമായിട്ടുള്ളൊരു സംഭവങ്ങളെ ഒരു ഇൻസിഡൻറ്റ് പകലുണ്ടായിട്ട് അതെല്ലാം മറന്ന് മക്കളെ ഓരോ കുടുംബത്തിലാണ് മക്കളെ ശകാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൽ മക്കളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പം ആ സീനിലൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണ് നനയിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിനാൽ വ്യൂവേഴ്സ്, ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. നാളത്തെ വിശേഷമായിട്ട് ഉടനെ എത്തും. അപ്പം ഈ ചാനൽ തന്നെ നാളത്തെ വിശേഷം പ്രൊമോ എന്ന് വൈകിട്ടിടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.